വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഓണം മഴയിൽ മുങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനത്തിൽ പറയുന്നത്. നാളെ മുതൽ തിരുവോണ നാളിൽ വരെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ 4 മഞ്ഞ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ അടുത്ത തിങ്കളാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭ്യമാകുന്നതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടാതെ തന്നെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെ മുതൽ 25-ാം തീയതി വരെ മഴയ്ക്ക് പുറമെ തന്നെ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. വരും മണിക്കൂറിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട തോതിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉള്ളതിനാലാണ് ഇക്കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല മലയോര ജില്ലകളിലും പ്രദേശങ്ങളിലും മഴ ലഭ്യമാകുന്നുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉള്ളതിനാൽ തന്നെ വരും ദിവസങ്ങളിലും മഴയ്ക്ക് കൂടുതൽ സാധ്യത ഏറുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും എൽ നീനോ പ്രതിഭാസവും കാരണം ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കടുത്ത അനിശ്ചിതത്വത്തിൽ നിലനിൽക്കുകയാണ്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കനത്ത പ്രളയ സമാനമായ സാഹചര്യമുള്ളപ്പോൾ മറ്റ് ചിലയിടങ്ങളിൽ കടുത്ത മഴക്കമ്മി നേരിടുകയാണ് ചെയ്യുന്നത്. ഡൽഹി അടക്കമുള്ള മെട്രോ നഗരങ്ങളിൽ കനത്ത മഴ പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രായോഗികമായി മഴ കുറയുകയും അന്തരീക്ഷ താപനില 34 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തുടരുന്നത് വഴി അത് കടുത്ത ഉഷ്ണം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. മാത്രമല്ല ചില നിരീക്ഷണങ്ങൾ നടത്തിയതിൽ നിന്ന് ഓഗസ്റ്റിൽ 13% മഴ കമ്മിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രമുഖ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റിന്റെ കണക്കനുസരിച്ചുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്ത് 13% മഴ കമ്മി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദങ്ങളുടെ കുറവ് കാരണം ഇത്തവണ മൺസൂൺ സാധാരണയേക്കാൾ 15% നേരത്തെ അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇവരുടെ ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അനുകൂലമാവുമെന്നും അത് എൽ നീനോയുടെ ആഘാതം കുറയ്ക്കുമെന്നും കരുതിയിരുന്നുവെങ്കിലും നിലവിൽ അത് ന്യൂട്രൽ അവസ്ഥയിലേക്ക് മാറിയത് തിരിച്ചടിയായി. തന്മൂലം ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ മികച്ച മഴ ലഭിക്കാൻ സാധ്യത കുറവുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.